ഒരു സൗഹൃദത്തിൻ്റെ തുടക്കവും തകർച്ചയും കുറിച്ചാണ് പറയുന്നത്. ലോകത്തിലെ രണ്ട് വമ്പന്മാരെക്കുറിച്ച്, ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും. ഒരു കാലത്ത് ഇവർ വലിയ ചങ്ങാതിമാരായിരുന്നു. ഈ വർഷം തുടക്കത്തിൽ മസ്ക് ട്രംപിനെ വീണ്ടും പ്രസിഡന്റാക്കാനുള്ള പ്രചാരണത്തിന് ലക്ഷക്കണക്കിന് ഡോളർ ഒഴുക്കി. തിരിച്ച് ട്രംപ് മസ്കിനെ ഒരു പുതിയ സർക്കാർ ഏജൻസിയുടെ തലവനാക്കി. ഇവരെപ്പോഴും ഒന്നിച്ചായിരുന്നു, പിരിയാൻ പറ്റാത്ത വിധം. അവരുടെ ബന്ധം ആർക്കും തകർക്കാനാവില്ലെന്ന് തോന്നി. എന്നാൽ വിചാരിച്ചതിലും പെട്ടെന്ന് അത് സംഭവിച്ചു. ഒരു വിള്ളൽ വീണു. ട്രംപിൻ്റെ വലിയ മനോഹര നികുതി ബിൽ ഒരു സ്വപ്ന പദ്ധതിയാണത്. 4.5 ട്രില്യൺ ഡോളറിൻ്റെ നികുതി ഇളവുകൾ, അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കൽ, ആരോഗ്യ പരിപാലനത്തിൽ മാറ്റങ്ങൾ, ഇതാണ് ബില്ലിൻ്റെ സാരം. ഈ ബിൽ ആദ്യം US കോൺഗ്രസിൻ്റെ താഴത്തെ സഭയായ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലെത്തി. അവിടെ അത് പാസ്സായി. അതിനുശേഷം മുകളിലെ സഭയായ സെനറ്റിലേക്ക് പോയി. അവിടെ വോട്ടെടുപ്പിന് ശേഷം ചില മാറ്റങ്ങൾ വരുത്തി ബിൽ അംഗീകരിച്ചു. ഇപ്പോൾ ആ മാറ്റങ്ങളോടെ ബിൽ വീണ്ടും താഴത്തെ സഭയിലേക്ക് എത്തി. അവിടെ അത് പാസ്സാകുമോ ഇല്ലയോ എന്ന് ആർക്കും ഉറപ്പില്ല. ട്രംപ് ബിൽ പാസ്സാക്കിയെടുക്കാനുള്ള തിടുക്കത്തിലാണ്. ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനത്തിന് മുമ്പ് ഈ ബിൽ നിയമമാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇലോൺ മസ്കിന് ഈ ബിൽ ഇഷ്ടമല്ല. എന്തുകൊണ്ടാണത്? അത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് മാസത്തെ പരിശ്രമങ്ങളെ തലകീഴായി മറിക്കുന്നത് തന്നെയാണ് കാരണം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ തലവനാണ് മസ്ക്. ഈ ഏജൻസി സർക്കാരിൻ്റെ അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനും കാര്യക്ഷമത കൂട്ടാനും വേണ്ടി രൂപീകരിച്ചതാണ്. പക്ഷേ ഈ ബിൽ 650 ബില്യൺ ഡോളർ കടം വർദ്ധിപ്പിക്കും. ചെലവ് കുറയ്ക്കേണ്ടിയിടത്ത് ട്രംപ് കടം കൂട്ടുകയാണ്. മസ്കിന് ഇത് തീരെ പിടിച്ചിട്ടില്ല. മസ്ക് നിശബ്ദനായിരുന്നില്ല. ട്രംപിൻ്റെ ഈ വമ്പൻ പദ്ധതിയെ മസ്ക് പരസ്യമായി വിമർശിച്ചു. ട്രംപിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. കുറച്ചുനാൾ അവർ ശാന്തരായി. പക്ഷേ വീണ്ടും തർക്കം തുടങ്ങി. ബിൽ സെനറ്റിലെത്തിയപ്പോൾ മസ്ക് വീണ്ടും എതിർപ്പുമായി രംഗത്തെത്തി. ഇത്തവണ ഒരു പുതിയ ഭീഷണിയുമായിട്ടായിരുന്നു ട്രംപിൻ്റെ വരവ്. ഈ ഭ്രാന്തൻ ചെലവ് ബിൽ പാസ്സായാൽ അടുത്ത ദിവസം തന്നെ അമേരിക്ക പാർട്ടി രൂപീകരിക്കും എന്നാണ് മസ്ക് പ്രഖ്യാപിച്ചത്. എന്താണ് ഈ അമേരിക്ക പാർട്ടി? അമേരിക്കയിൽ 2 പ്രധാന രാഷ്ട്രീയ പാർട്ടികളാണുള്ളത്, ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും. മസ്കിൻ്റെ ആഗ്രഹം ഇതിന് ബദലായി ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ്. അതാണ് അമേരിക്ക പാർട്ടി. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും കടം വർദ്ധിപ്പിക്കുന്നവരാണെന്ന് മസ്ക് പറയുന്നു. അമേരിക്കയുടെ കടം ഇപ്പോൾ 37 ട്രില്യൺ ഡോളറാണ്. മസ്കിന് വേണ്ടത് കടബാധ്യത കൂട്ടാത്ത പുതിയ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു പുതിയ പ്രസ്ഥാനമാണ്. പക്ഷേ ഇത് എളുപ്പമല്ല. കാറോ റോക്കറ്റോ നിർമ്മിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്നത്, പ്രത്യേകിച്ചും ട്രംപ് ഇടഞ്ഞു നിൽക്കുമ്പോൾ. ട്രംപ് ക്ഷുഭിതനാണ്. മസ്കിൻ്റെ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം മസ്കിനെതിരെ തിരിഞ്ഞു. പോരെങ്കിൽ മസ്കിനെ ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചയക്കുമെന്ന് വരെ സൂചന നൽകി. മസ്കിൻ്റെ ബിസിനസ്സുകൾക്ക് പിന്നാലെയും ട്രംപ് പോകുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്താണെന്നറിയാമോ? അത് മസ്കിനെ തിന്നാൻ പോകുന്ന ഒരു രാക്ഷസനാണ്. ട്രംപ് തുറന്നടിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി മസ്കിൻ്റെ സ്വന്തം സൃഷ്ടിയാണ്. ട്രംപിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥ്യത്തിന് മസ്ക് പിന്തുണ നൽകി. ഇപ്പോൾ ട്രംപ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി മസ്കിനെതിരെ ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതുവരെ മസ്ക് മിണ്ടിയിട്ടില്ല. ആക്രോശങ്ങളോ നിയമഭീഷണികളോ, ഇലോൺ 2028 പ്രചാരണ പോസ്റ്ററുകളോ ഇല്ല. മസ്ക് തൻ്റെ മുറിവുകൾ ഉണക്കുകയാണോ അതോ മറ്റൊരു പദ്ധതി ആലോചിക്കുകയാണോ? എന്നാൽ ഒന്ന് വ്യക്തമാണ്, ഇത് വെറുമൊരു അഹങ്കാരപ്പോര് മാത്രമല്ല. ഇത് 2 വ്യത്യസ്ത ദർശനങ്ങളുടെ പോരാണ്. ട്രംപിൻ്റെ പഴയകാല ജനകീയതയും മസ്കിൻ്റെ നവീന രാഷ്ട്രീയ സ്വപ്നങ്ങളും തമ്മിലുള്ള കലഹമാണത്. ഒരു വശത്ത് ട്രംപ് തൻ്റെ ജനകീയ തരംഗത്തിൽ സഞ്ചരിക്കുന്നു, മറുവശത്ത് മസ്ക് കാറുകളും ബഹിരാകാശവും പോലെ രാഷ്ട്രീയത്തെയും പുതുക്കി പണിയാൻ ശ്രമിക്കുന്നു. ഈ പോരിൻ്റെ നടുവിൽ അമേരിക്കയുടെ ഭാവി എന്താണ്? അത് ആര് നയിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്.